വണക്കം. മൈസെൽഫ് സന്തോഷ് ബാബു. കഴിഞ്ഞ 25 വർഷമായിട്ട് കൗൺസിലിംഗ് നടത്തുന്നു, ട്രെയിനിങ് നടത്തുന്നു, പലതരം പരിശീലനങ്ങൾ നടത്തുന്നു. സൈക്കോളജിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും സുന്ദരമായ ഒരു വാക്യമെന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ സ്റ്റിമുലേ ആൻഡ് റെസ്പോൺസ് ദെയർ ഇസ് എ സ്പേസ്. ഒരു കാര്യത്തിനോട് നമ്മൾ ചടപട പ്രതികരിക്കുന്ന ഒരു ശീലമില്ലേ നമുക്ക്? അതൊന്ന് നിർത്തിയിട്ട് അതിൻ്റെ പിന്നിലുള്ള സ്പേസ് ഒന്ന് കൂട്ടാവോ? ഒരാൾ നമ്മളോട് പകയുണ്ടാക്കാനായിരിക്കാം, നമ്മുടെ ഇൻസൾട്ട് ചെയ്യാനായിരിക്കാം, ദേഷ്യപ്പെടുത്താനായിരിക്കാം, കലിപ്പിലായിരിക്കാം, കട്ടക്കലിപ്പിലായിരിക്കാം അയാൾ നമ്മളോട് പ്രതികരിക്കുന്നത്. അതേ കലിപ്പിൽ നമ്മൾ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഇഷ്യൂസിലേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അങ്ങനെ നമ്മൾ എത്രയോ ഇഷ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അഥവാ ഈ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു സ്പേസ് ഉണ്ടാക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ തന്നെ തീറ്റ കൊടുത്ത് വളർത്തുന്നതാണേ, നിങ്ങൾ തന്നെ പെറ്റായിട്ട് വളർത്തുന്നതാണേ. പക്ഷെ പടി ഇറങ്ങി വരുമ്പോൾ അവിടെ കിടന്നുറങ്ങുമായിരുന്നു, അറിയാതെ വാലിൽ നിങ്ങൾ ചവിട്ടി. പൂച്ച ഇതെൻ്റെ യജമാനനാണെന്നൊന്നും വിചാരിക്കില്ല, നേരെ പിടിച്ച് കടിക്കും. കാരണം പൂച്ചയ്ക്ക് സ്റ്റിമുലയും റെസ്പോൺസിൻ്റെ ഇടയിൽ ബുദ്ധിയില്ല. ഇത് തന്നെയാണ് നായയും ചെയ്യുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഗുണ്ടകളും ചെയ്യുന്നത് അല്ലേ? ഒരു സംഭവം ഉണ്ടാകുന്നു, അവർ ചടപടാന്ന് പ്രതികരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജയിലിൽ പോകുന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും അടിയുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കണം. അവിടെ നമ്മുടെ ബുദ്ധി ഉണ്ടാവണം, നമ്മുടെ ചിന്ത നമ്മൾ കൊണ്ടുവരണം. പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. അഥവാ റിയാക്ഷൻ നിർത്തി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുക. ശ്രദ്ധിച്ചാൽ റിയാക്ഷനിൽ അതിനോട് ടപ്പെന്ന് പറഞ്ഞ റിയാക്ഷൻ നിർത്തി നമ്മൾ ആ കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുക. എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാം? നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ച് പെരുമാറുമ്പോഴേ നമ്മുടെ അമിഗ്ഡാല എന്ന് പറഞ്ഞൊരു ഭാഗമാണ് പ്രവർത്തിക്കുന്നത്. യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ, നമുക്ക് നേരെ ആക്രമണം ഉണ്ടാവുമ്പോൾ, നമ്മുടെ ജീവൻ ഹാനി ഉണ്ടാവുമ്പോൾ പ്രവർത്തിക്കുന്ന ഏരിയയാണ് അമിഗ്ഡാല. വളരെ എനർജി പമ്പ് ചെയ്യും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അപ്പോൾ നമ്മൾ ശാന്തമായി പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവായിട്ട് വരും. പൊട്ടിത്തെറിക്കുന്ന, മൊബൈലെടുത്ത് എറിയുന്ന, കുട്ടിയെ പിടിച്ചെറിയുന്ന, വട്ടിയും ചട്ടിയും തല്ലി ഉടയ്ക്കുന്നവരുടെയൊക്കെ അമിഗ്ഡാലയാണ് വർക്ക് ചെയ്യുന്നത്. അപകടമാണ് കേട്ടോ. നമുക്ക് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ആക്റ്റീവാക്കി എടുക്കും. സുഹൃത്തെ, 2 സെക്കൻഡ് ബ്രീത്ത് എടുക്കാൻ പറ്റുമോ? 2 സെക്കൻഡ് ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ഒന്ന് മുഖം കഴുകിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ ഈ സാഹചര്യത്തിൽ? അപ്പോൾ നമ്മുടെ മൈൻഡ് റീസെറ്റ് ആവും, അഥവാ സ്പേസ് വർദ്ധിക്കും. നമ്മുടെ ലാപ്ടോപ്പ് കണ്ടിട്ടില്ലേ, ഇടയ്ക്ക് ഹാങ് ആവും. നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റീസെറ്റ് ചെയ്യും, ഒന്ന് റീഫ്രഷ് ചെയ്യും. അപ്പോൾ അത് ഉഷാറായിട്ട് വരും. അതുപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യുമ്പോഴേ അതിനുള്ളിൽ സ്പേസ് വരും. അവിടെ നമ്മുടെ ബുദ്ധി വിശദം വർക്ക് ചെയ്യും. അല്ലാതെ പ്രതികരിച്ച് എത്ര വഴക്കം നമ്മളുണ്ടാക്കി, ഓർമ്മയില്ലേ? ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കും. പെട്ടെന്നുള്ള പ്രതികരണത്തിൽ അകന്ന് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, പെട്ടെന്നുള്ള പ്രതികരണത്തിൽ പോലീസുകാരുടെ അടി കിട്ടിയിട്ടുള്ള ആൾക്കാർ, പെട്ടെന്നുള്ള പ്രതികരണങ്ങളാൽ ആശുപത്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓരോ സ്ഥാപനങ്ങളിലും പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് എന്തൊക്കെ ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മളെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചാലോ? ഒരു സ്പേസ് എടുക്കാൻ പഠിപ്പിച്ചാലോ? എൻ്റെ സുഹൃത്തെ, നമുക്ക് ഈ റിയാക്ഷൻ ജീവിയിൽ നിന്ന്, ശ്രദ്ധിക്കണേ വാക്ക് ഞാൻ പറഞ്ഞത്, റിയാക്ഷൻ ജീവിയിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്ന കുലീനമായ വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഞാൻ വീണ്ടും പറയണേ, നമുക്ക് ഈ റിയാക്ട് ചെയ്യുന്ന, ചട്ടപട റിയാക്ട് ചെയ്യുന്ന, അപകടമുണ്ടാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് കുലീനമായ വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാം. അങ്ങനെ നമ്മൾ പഠിച്ചാൽ എന്തൊക്കെ ഗുണമെന്ന് നോക്കാം. ഒന്ന്, നമ്മളുടെ ഈ ഇമോഷണൽ ഹൈജാക്കില്ലേ, ചില വികാരങ്ങൾ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഹൈജാക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയില്ലേ? വിമാനമൊക്കെ നമ്മൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളോട് ഈ വില പേശു അല്ലേ,
അതുപോലെ ചിലപ്പോൾ നമ്മുടെ ദേഷ്യവും നിരാശയും സങ്കടവും അസ്വസ്ഥതയൊക്കെ നമ്മളെ ഹൈജാക്ക് ചെയ്തു പോയിട്ട് അപകടകരമായ കാര്യങ്ങൾ ചെയ്യും. നേരെ മറിച്ച് ഈ സ്പേസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അപകടം കുറഞ്ഞു വരും. നമ്മുടെ സ്ട്രെസ്സ് കുറയും. സർവോപരി ഒരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. ശ്രദ്ധിക്കണം, നമുക്ക് ടെക്നിക്ക് ഒന്ന് പഠിച്ചു വെക്കണേ. 3 അതിൻ്റെ സ്റ്റെപ്പ്. 1 സ്റ്റോപ്പ്. നമുക്കൊരു ഇമോഷണൽ പൊട്ടിത്തെറിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ടേക്ക് ഡീപ് ബ്രീത്ത്. ഒരു 10, 9, 8 ഇങ്ങനെ താഴോട്ടുണ്ട് ഡീപ് ബ്രീത്ത്. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക, ഇത് ഈ സന്ദർഭത്തോട് എങ്ങനെ ഞാൻ പ്രതികരിക്കണം, ഒരു ബെസ്റ്റ് വഴി എന്താണ് എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. മനസ്സപ്പോൾ വഴി പറഞ്ഞു തരും. ജോലി നഷ്ടമായി, കടം വന്നു, നഷ്ടം വന്നു, ഒരുത്തൻ തേച്ചിട്ട് പോയി, ഒരുത്തി തേച്ചിട്ട് പോയി, ദേഷ്യത്തോടെ പെരുമാറി, കുറ്റം പറഞ്ഞു. പൊന്നു സുഹൃത്തുക്കളെ, ആ സമയത്തുണ്ടല്ലോ ഇങ്ങനെ ചടപട പ്രതികരിച്ചിട്ട് ജീവിതം യുദ്ധക്കളമാക്കല്ലേ, പൊട്ടിത്തെറിക്കല്ലേ, പൊട്ടിത്തെറിച്ച് ചുറ്റിലുമുള്ളവരായിട്ടുള്ള ബന്ധങ്ങൾ നശിപ്പിക്കല്ലേ. സ്പൗസുമായിട്ടും അവനവൻ്റെ കുട്ടികളുമായിട്ടും അവനവൻ്റെ ബോസുമായിട്ടും അവനവൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഇടിച്ചിങ്ങനെ കളയാനുള്ളതല്ല ജീവിതം. ഇങ്ങനെ തോന്നുന്ന സമയത്ത് സ്റ്റോപ്പ്. ആദ്യം ഒന്ന് നിർത്ത്, ബ്രീത്ത്. അത് കഴിഞ്ഞിട്ട് പറയുക, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നിരാശ വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, അതിനെ നെയിം ചെയ്യുക. ദെൻ ചൂസ്. എങ്ങനെ പെരുമാറുന്നത് തീരുമാനിക്കുക. അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ബ്രെയിൻ വീണ്ടും റീസെറ്റ് ആവും. ശ്രദ്ധിക്കുക, സ്റ്റോപ്പ്, ബ്രീത്ത്, നെയിം. ഏത് വികാരമാണ്, ദേഷ്യമാണോ, നിരാശയാണോ, സങ്കടമാണോ പറയുക. സ്വയം പറയുക, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, നിരാശ വരുന്നുണ്ട്. ദെൻ ചൂസ്. നമുക്ക് വേണ്ട വഴികൾ തിരഞ്ഞെടുക്കുക. ഇതാണ് പവർ. ആ സ്റ്റിമുലേക്കും റെസ്പോൺസിനിടയിൽ ശരിയായ നിങ്ങളുടെ പവർ കിടക്കുന്നുണ്ട്. അതാണ് ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള കഴിവ്. ബിറ്റ്വീൻ ദ സ്റ്റിമുലേ ആൻഡ് റെസ്പോൺസ് ദർ ഇസ് എ സ്പേസ്. ആ സ്പേസിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പേസ് കൊണ്ടുവന്നേ പറ്റൂ. ഓക്കെ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനത്തെ വൈകാരിക മുഹൂർത്തം ഉണ്ടാകുമ്പോൾ സ്റ്റോപ്പ്, ബ്രീത്ത്, നെയിം ദ ഇമോഷൻസ്, ചൂസ്. നല്ല വഴി തിരഞ്ഞെടുക്കുക. ഈ വൈകാരിക നിയന്ത്രണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവർക്ക് ഈ അറിവൊന്ന് പങ്കുവെച്ചൂടെ? അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടറോ? അതിനുള്ളൊരു ശ്രമം നടത്തണേ. താങ്ക് യു.